അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഒറ്റപ്പാലം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാചരണം സംഘടിപ്പിച്ചു. പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പ്രപഞ്ച സൃഷ്ടാവായ വിശ്വകർമ്മദേവന്റെ പഞ്ചമുഖങ്ങളിൽ നിന്നും ഉദ്ഭവിച്ച മനു, മയ, ത്വഷ്ട, ശില്പി, വിശ്വജ്ഞ എന്നീ ഋഷീശ്വരന്മാരുടെ സന്തതി പരമ്പരകൾ ഇരുമ്പിലും മരത്തിലും കരിങ്കല്ലിലും വെങ്കലത്തിലും സ്വർണത്തിലും ശില്പങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന വിശ്വകർമ്മജർ സ്വാതന്ത്ര്യാനന്തരം ജനാധിപത്യ രാഷ്ട്രീയത്തിൽ നിന്നും പുറംതള്ളപ്പെടുകയും വിശ്വകർമ്മജരുടേതായ കൈത്തൊഴിലുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. രാഷ്ട്രീയാധികാരവും ജനസംഖ്യാനുപാതികവുമായ സംവരണവും നേടിയെടുക്കുക എന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. കേരളത്തിലെ 45 ലക്ഷത്തോളം വരുന്ന വിശ്വകർമ്മജന്മാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ ആഭിമുഖ്യത്തിലാണ് ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ വിശ്വകർമ്മ ദിനം ആചരിച്ചത്. വിശ്വകർമ്മ പൂജയോടുകൂടി ആരംഭിച്ച വിശ്വകർമ്മ ദിനാചരണത്തിൽ പതാക ഉയർത്തൽ, ഘോഷയാത്ര, വിശ്വകർമ്മ മഹിളാ സംഘം അവതരിപ്പിച്ച പ്രാർത്ഥന എന്നിവ നടന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് MP VK ശ്രീകണ്ഠൻ വിശ്വകർമ്മ ദിനാചരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും വലിയ ദൃഷ്ടാന്തം ചരിത്രത്തിന്റെ ഭാഗമായിട്ട് വിശ്വകർമ്മജർക്ക് സ്വന്തം ഒരു പാരമ്പര്യമായ തൊഴിലാണ്. അത് ഈ ലോകത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടിയാണ്. പലരും കയ്യിലുള്ള കഴിവ് നാശത്തിന് വേണ്ടി വിനിയോഗിക്കുക. നാശത്തിന് വേണ്ടി എന്താണ്? മനുഷ്യരെ തമ്മിൽ സംഘർഷത്തിലാക്കുകയും അധികാരത്തിന് വേണ്ടി തമ്മിൽ തള്ളുകയും നിരവധി യുദ്ധങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലോകത്ത് പല ഭാഗത്തും അതിരൂക്ഷമായിട്ടുള്ള യുദ്ധം ഗാസയിലും ഇസ്രായേലിലും നടന്നു വരികയും അവിടേക്ക് എന്താ സംഭവിക്കുന്നത്? മനുഷ്യനെ ഇല്ലാതാക്കുക, പ്രപഞ്ചത്തെ ഇല്ലാതാക്കുക. അപ്പോൾ പ്രപഞ്ച സൃഷ്ടാവ് നമുക്കറിയാം ഈശ്വരനാണ്, ദൈവമാണ്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയാണ്. ആ പ്രപഞ്ച സൃഷ്ടാവിൽ നിന്നും നേരിട്ട് അതിനുള്ള അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആൾക്കാണ് വിശ്വകർമ്മജർക്കാണ്. നിർമ്മാണമാണ്, അല്ലെ, പുരോഗതിയാണ്. അത് വലിയ നേട്ടമാണ്. ഇന്ന് കാണുന്ന ഈ ലോകം കെട്ടിപ്പടുത്തതിൽ വിശ്വകർമ്മജർ ഒരു വലിയ പങ്ക് വഹിക്കുകയാണ്. അത് മഹത്തായ ഒരു സംഭാവനയാണ്. ആ പാരമ്പര്യം പൈതൃകം പിന്തുടർന്നവർക്ക് തൊഴിൽ സുരക്ഷയ്ക്ക് വേണ്ടി ഇന്ന് കഷ്ടപ്പെടുകയാണ്. അപ്പൊ ലോകം സൃഷ്ടിച്ചവർ അല്ലെങ്കിൽ ആ സൃഷ്ടാവിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചവർ ഇന്ന് ദുരിതം അനുഭവിക്കുകയാണ്. അപ്പോൾ പക്ഷേ വിശ്വകർമ്മജർക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഒരു പാക്കേജ് നിങ്ങൾക്കറിയാം. അവർക്ക് കിട്ടുന്ന വായ്പ, സ്വയം തൊഴിൽ നിർവഹിക്കുന്നതിന് വേണ്ടി അവർക്ക് കിട്ടുന്ന സഹായം ഏകദേശം 35% സബ്സിഡിയോട് ലോൺ ലഭിക്കുന്നു. പലർക്കും ഈ സ്കീമിനെ കുറിച്ച് അറിയില്ല. തീർച്ചയായിട്ടും സംഘടന ഉണ്ടെങ്കിലാണ് നമുക്ക് എല്ലാ വിവരങ്ങളും അറിയാനും അത് നേടിയെടുക്കാനും കഴിയുള്ളൂ. ഒറ്റയ്ക്ക് പോയിട്ട് നേടിയെടുക്കുന്നതിനേക്കാളും ഒരു സംഘടനാ സംവിധാനത്തിലൂടെ ഒരടുക്ക് ചിട്ടയിലൂടെ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും വിശ്വകർമ്മജർക്ക് ഇന്നുണ്ടാകുന്ന പ്രതിസന്ധിക്ക് മറികടക്കാൻ കഴിയും. അത് നേതാക്കന്മാരും അതുപോലെ സംഘടനയുടെ ഭാരവാഹികൾക്ക് മനസ്സിലാക്കി നമ്മുടെ സാധാരണ മെമ്പർമാരെ ബോധ്യപ്പെടുത്തി അവരെയൊക്കെ ഇതിന്റെ ഭാഗമാക്കി മാറ്റണം. സ്വാഭാവികം. ഒറ്റപ്പാലം നഗരസഭ വാർഡ് കൗൺസിലർ സജിത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി കലാശിവൻ, ബോർഡ് മെമ്പർ രാധാകൃഷ്ണൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശാന്ത ശ്രീധരൻ, ശാരദ സേതുമാധവൻ, യൂണിയൻ വൈസ് പ്രസിഡന്റുമാരായ രാജേഷ്, വിനോദ്, യൂണിയൻ ജോയിന്റ് സെക്രട്ടറി രാജമാണിക്യം തുടങ്ങിയവർ സംസാരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്തു. യൂണിയൻ സെക്രട്ടറി വി രാജേന്ദ്രൻ സ്വാഗതവും താലൂക്ക് ട്രഷറർ സുകുമാരൻ നന്ദിയും പറഞ്ഞു. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതിന്റെ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.